ഹലോ! ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മളൊക്കെ ആ ഒരു ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ഒരു നിമിഷങ്ങൾ, അവരുടെ വിവാഹ നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് വിവാഹത്തിന് കൊടികയറുമ്പോൾ അപ്പുറത്ത് ആ ഒരു നമ്മുടെ ഇഷിതയെ ഇല്ലാതാക്കാനുള്ള ഒരു ചർച്ചയ്ക്കും കൊടികയറുന്ന നിമിഷങ്ങൾ. നമ്മുടെ മനസ്വിനി, നമ്മുടെ മഹേഷിന്റെ ആദ്യ ഭാര്യയും, നമ്മുടെ മഹേഷിന്റെ സഹോദരൻ വിനോദും എല്ലാവരും കൂടി നമ്മുടെ ഇഷിതയെ തകർക്കാനുള്ള എല്ലാ വഴികളും അപ്പുറത്ത് പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പുറത്താണെങ്കിൽ വിവാഹത്തിന്റെ ആ ഒരു ആട്ടവും പാട്ടവും ബഹളവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാട്ടോ. അപ്പൊ നമ്മുടെ ഇഷിത ആ ഒരു രചനയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചിപ്പി മോളെ നാളെ വിവാഹം കഴിഞ്ഞിട്ട് വിട്ടാ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ രചന പറയുന്നുണ്ട്, അതിന് വിവാഹം നടന്നാലല്ലേ, വിവാഹം നടന്നില്ലെങ്കിൽ എനിക്ക് ഇപ്പോഴേ കൊണ്ടുപോകാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇഷിത ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിൽ ആകെപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ട് ട്ടോ. അതിനുശേഷം നമ്മുടെ വിനോദ് വരുന്നുണ്ട്. വിനോദിന്റെ വരവാട്ടോ അതിൽ ആ ഒരു കഥയിൽ ഒരു വഴിത്തിരിവാകാൻ പോകുന്നത്. കാരണം വിനോദ് അറിഞ്ഞിരിക്കുകയാണ്, വിനോദിന് ഇത്ര നാൾ അറിയില്ലായിരുന്നു നമ്മുടെ ഇഷിതയാണ് നമ്മുടെ മഹേഷ് കെട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇനി അത് അറിഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഇഷിതയാണ് നമ്മുടെ മഹേഷിന്റെ വധു എന്നുള്ള ഒരു കാര്യം. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ വിനോദ് വീണ്ടും ഇത് അറിഞ്ഞിട്ടും നമ്മുടെ ഇഷിതയെ ചതിക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ ഇഷിതയെ മറ്റുള്ള അവരിൽ നിന്നും രക്ഷിക്കാനായിരിക്കുമോ നമ്മുടെ വിനോദ് ശ്രമിക്കുക എന്നതാട്ടോ അവിടെ ഒരു കഥ വഴിത്തിരിവായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കല്യാണം നടത്തില്ല എന്ന് ഉറപ്പിച്ച് കുറെ പേര് കച്ചകെട്ടി ഇറങ്ങുന്നു. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മഹേഷ് ഇഷിതയെ കെട്ടിയിരിക്കുമെന്നും പറഞ്ഞ് നടക്കുന്നു. എന്നാലും വിവാഹം മുടങ്ങാൻ തന്നെയാണ് സാധ്യത കേട്ടോ. ഇപ്പോഴത്തെ വിവാഹം നടന്നാൽ ആ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്ക് കുറച്ചൊക്കെ ഒരു തടസ്സമായിരിക്കും. കുറച്ചൊക്കെ ഇവരുടെ ആ ഒരു പ്രണയവും ആ ഒരു യുദ്ധവും ഒക്കെ പൊരുതി ഇവര് കെട്ടട്ടെ, ലാസ്റ്റ് കുറച്ചൊക്കെ നാള് കഴിഞ്ഞ് കെട്ടട്ടെ അല്ലെ. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കോട്ടെ കഥ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.